ഹലോ ഹായ് ഫ്രണ്ട്സ്, ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിന്റെ 15ാമത്തെ ദിവസമാണ്. 15 ദിവസവും വീഡിയോസ് ഇടാൻ ദൈവം നമ്മളെ സഹായിച്ചു. 14 ദിവസത്തെയും വീഡിയോസ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇന്നും അടിപൊളി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റം അത് കഴിഞ്ഞ ദിവസം ഒന്ന് ഉണ്ടാക്കി സിമ്പിളായിട്ട് എല്ലാവർക്കും സാധാരണക്കാർക്കെല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കാണിച്ചായിരുന്നു. എന്നാലും ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. അത് നമ്മൾ വളരെ റിച്ച് ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കാൻ പോകുന്നു. ഇപ്പൊ പിടികിട്ടിയില്ല എന്താണെന്ന്. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. പ്ലം കേക്ക്, റിച്ച് പ്ലം കേക്ക് ആരംഭിക്കുകയാണ്. 2 എണ്ണം ഉണ്ടാക്കുന്ന അപ്പനും മോനും. ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ 1 കപ്പ് മാവിന് 1/4 കപ്പ് പഞ്ചസാര. അപ്പോൾ 2 കപ്പ് വേണം 2 കേക്കിന്. അതുകൊണ്ട് നമ്മൾ 1.5 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം അത് ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് അടുത്തത് പിന്നെ ഓറഞ്ച് പിഴിയണം. അതിനകത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. 1 കപ്പ്, ഇനി 1/2 കപ്പ് കൂടെ മതി. ഇനി ഇതിനകത്തൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യമേ നമുക്ക് ഇതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷമാണ് പിന്നീട് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇത്രയും ഓറഞ്ച് ഒന്ന് 2 കേക്കിനില്ലേ, അപ്പോൾ ഇത്രയും ഓറഞ്ച് ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളുടെ സിറപ്പ് റെഡിയായി. ഇനി ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയും എല്ലാ സാധനങ്ങളും ഇതിനകത്തിട്ടൊന്ന് നമ്മൾ നല്ലതായിട്ട്, ഇപ്പോൾ ഈ സമയത്ത് ഇച്ചിരി നെയ്യിടാം കേട്ടോ. നെയ്യിട്ട് നല്ലതായിട്ട് നമ്മൾ ബാക്കിയുള്ളതെല്ലാം എടുത്ത് നല്ല എന്താ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നല്ലോ, ഇതിനകത്ത് നമ്മൾ സോക്ക് ചെയ്യുവാണ്. അപ്പം ഇനിയിപ്പോൾ തീ കുറച്ച് വെച്ച് എല്ലാം ഇട്ട് ഇളക്കിയെടുക്കണം. ഓക്കെ, അറിയാമല്ലോ. അറിയാൻ മേലാത്തവർ ഇതിനു മുമ്പ് ചെയ്ത പ്ലമ്മിൻ്റെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഒത്തിരി വിശദീകരിച്ച് ലെങ്ത് ആക്കുന്നില്ല, അതുകൊണ്ടാണ്. ഓറഞ്ച് നീരും എല്ലാം പിഴിഞ്ഞൊഴിച്ചു. നമ്മളുടെ ആ സിറപ്പിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് സർവ്വതും ഇട്ടു. അതിനകത്ത് ഇട്ടിരിക്കുന്നത് റൈസിൻസ് ബ്ലാക്ക്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി എല്ലാ കളറും, പിന്നെ നമ്മളുടെ നട്ട്സ്, ബദാം ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഈ അത്തിപ്പഴം ഉണ്ടല്ലോ അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്, അത് ഒരെണ്ണം എടുത്തിട്ട് അത് പീസാക്കിയിട്ടു. എല്ലാം ഉണ്ട്. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയത്. അപ്പോൾ അങ്ങനെ എല്ലാ സംഗതികളും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് ലോ ഫ്ലെയിമിൽ ഇരുന്നൊന്ന് കുറുകട്ടെ. അപ്പോൾ നമുക്കിതാ ഇന്ന് അപ്പച്ചെമ്പിലുണ്ടാക്കുന്നത്. ഞാൻ ഒരു ട്രേ വെച്ചിട്ടുണ്ട്. ഇനി ഫുള്ള് ഈ ലോ ബർണറിലെ സ്മോൾ ബർണറിലെ അത് ഫുള്ളാക്കി 10 മിനിറ്റ് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇതിവിടെ ഇരുന്നുകൊണ്ട് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആയിക്കോളും. നമ്മുടെ ആവശ്യത്തിനുള്ള ഇതിൽ ആകുമ്പം എല്ലാം ഒന്ന് നന്നായിട്ട് പിടിച്ച് നല്ല ഓറഞ്ചിൻ്റെ ആ നീര്, ഞാൻ 4 ചെറിയ ഓറഞ്ചാണ് ഒഴിച്ചത്. അപ്പം അതെല്ലാം ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ നമുക്ക് പോയി മുട്ട 2 കേക്കാകുമ്പോൾ 4 മുട്ട ഒന്ന് അടിച്ച് പഞ്ചസാരയും പൊടിച്ച് അതും ഇട്ടടിച്ച് അങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. 4 മുട്ട നമ്മൾ നന്നായിട്ട് പതപ്പിച്ച് അത് കഴിഞ്ഞ് നമ്മൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് അതുകൂടെ കുറേശ്ശെ ഇട്ടിങ്ങനെ ഇളക്കി, കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്യണം. ഞാൻ ആദ്യം തൊട്ട് ഇച്ചിരി ഇട്ടത് വീഡിയോ പിടിക്കാൻ മറന്നുപോയി. പിന്നെ മുട്ട ബീറ്റ് ചെയ്തതും മറന്നുപോയി. അപ്പോൾ നല്ലതായിട്ട് മിക്സാക്കട്ടെ. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ആകുമ്പോൾ പഞ്ചസാര തരിയൊന്നും ഇല്ലാതെ മിക്സായി കഴിയുമ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അത് ഞാൻ പറയാം എത്രയാന്നേ. ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി 1/4 1/2, അതായത് 2 കപ്പ് മൈദ എടുക്കുന്നത് 2 കേക്കിന്. അപ്പം മൈദ മാത്രം 1 കപ്പ് എന്നുള്ള അളവ്, 1 കേക്കിന് 1 കപ്പ്. പൊടിക്കുന്ന പഞ്ചസാരയാണെങ്കിലും സിറപ്പിനുള്ള ആണെങ്കിലും 1/4, പിന്നെ അതുപോലെ ഓയിലാണെങ്കിലും 1/4, അങ്ങനെയാണേ.
മുക്കാൽ വീതം 1 കപ്പ് മൈദയുടെ അളവ്. അപ്പോൾ നമുക്കിത് 2 കേക്ക് ആയതുകൊണ്ട് 2 കപ്പ് മൈദയ്ക്ക് വേണ്ടിയതായതുകൊണ്ട് നമ്മളിത് മുക്കാലും 1.5 കപ്പ് സൺഫ്ലവർ ഒഴിക്കുക. ബട്ടർ മെൽറ്റ് ചെയ്തിടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ സൺഫ്ലവറേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ 2 4 മുട്ട, 1 കേക്കിന് 2 മുട്ട എന്നുള്ള അളവിൽ കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് എണ്ണയും കൂടെ സൺഫ്ലവറും കൂടെ ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എസെൻസുകളെല്ലാം ഒഴിക്കണം. അപ്പോൾ പറയാവേ. മുട്ടയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇനി മൈദയും കൂടെ മിക്സ് ചെയ്താൽ മതി. ഇത് തണുക്കാതെ ഒക്കത്തില്ല. ഓക്കേ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതിലേക്ക് എസെൻസ് എല്ലാം ഒഴിച്ചു കൊടുക്കാമേ. 1 ടീസ്പൂൺ വാനില എസെൻസ്. ബുഷിൻ്റെയാണ് വാങ്ങിക്കുന്നത് എപ്പോഴും, പക്ഷേ ഇപ്രാവശ്യം ഇതാ കിട്ടിയത്. ബുഷാണ് ഭയങ്കര മണമുള്ളത്. വാനില എസെൻസ് 1 കേക്കിന് 1 ടീസ്പൂൺ ഒഴിക്കുന്നത്. ഇപ്പോൾ 2 കേക്കായതുകൊണ്ട് 2 ടീസ്പൂൺ. അടുത്തത് പ്ലമ്മിൻ്റെ എസെൻസ്. അത് 2 കേക്കിനൂടെ 2 ടീസ്പൂൺ ഒഴിച്ചേക്കാം. ഇനി ഓറഞ്ച് എസെൻസ് അതും 2. അടുത്തത് ചോക്ലേറ്റ്. അത് 1 ടീസ്പൂൺ മതി. തീർന്നു, ഉള്ളത് മതി. ഇനി അടുത്തത് നമ്മുടെ പ്രധാന ഐറ്റം റമ്മ്. ഇതൊക്കെ കറക്റ്റ് അതിൻ്റെ ഒറിജിനൽ ഒഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ നമുക്കിപ്പം അങ്ങനെ മേടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇതിൻ്റെ എസെൻസ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബീറ്റർ വെച്ച് തന്നെ മിക്സ് ചെയ്യാം. ഓക്കേ, മൈദാമാവ് എടുക്കാം. 2 കപ്പ് മൈദ. ഇനി ഇതിനകത്ത് നമുക്ക് അറിയാലോ, ജാതിക്ക കുരുവും ഗ്രാമ്പും. കറുവ എടുത്തിട്ടില്ല. കറുവ ഇടേണ്ടവർക്കിടെ, എനിക്ക് ആ ചൊവ ഇഷ്ടമില്ല, ഏലക്കായുടെയും കറുവാടെയും. ഇത് ഗ്രാമ്പും പിന്നെ നമ്മുടെ എന്താ പറയുക ജാതിക്ക കുരുവാണേ. ഇതിനകത്ത് നമുക്കൊരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ശക്കല ഉപ്പ്, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും. ബേക്കിംഗ് സോഡ 2 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണും മതി. അതുകൂടെ ഇടട്ടെ. അങ്ങനെ നമ്മളുടെ മൈദാമാവും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, നമ്മളുടെ ആ മറ്റേ ഗ്രാമ്പും ഇതെല്ലാം പൊടിച്ചത് എല്ലാം അതിനകത്തുണ്ട്. നന്നായിട്ട് അരിച്ചെടുക്കുന്നത് കേട്ടോ. എല്ലാം ഓക്കെ ആയി. ഇനി നമുക്ക് ഇതാറിയെങ്കിൽ മിക്സ് ചെയ്യാം. പ്രീഹീറ്റ് ചെയ്ത് അപ്പച്ചമ്പ് ഇരിക്കുന്നു. ആറിയോ നോക്കട്ടെ. കുറച്ചുകൂടെ ആറാനുണ്ട്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ മിക്സ് ചെയ്യാൻ പോവാണേ. നമ്മളുടെ ഈ മുട്ടയും പഞ്ചസാരയൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത്. അപ്പം അതിനകത്ത് കുറച്ച് മൈദയും കൂടെ ഇട്ട് വേണം മിക്സ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ഈ ബാറ്റർ നമ്മളുടെ ട്രേക്കകത്തൊഴിച്ച് നമ്മൾ വെക്കുമ്പോൾ ഉണ്ടല്ലോ, വെന്ത് വരുമ്പം
എല്ലാ ഫ്രൂട്ട്സോടെ ഇതിൻ്റെ അടി, ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ അടി വന്ന് കിടക്കും. അല്ലെങ്കിൽ എല്ലാ കേക്കിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മുഴുവൻ ഇരിക്കേണ്ട സാധനം അടിയിലോട്ട് അടിഞ്ഞു വന്ന് കിടക്കും. അതിനാണ് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട് ഇടുന്നത് കേട്ടോ. ഇതിനകത്തോട്ട് ആ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്തതിനകത്ത് ഈ മൈദയും കൂടെ ഇടാം കേട്ടോ. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മൈദയുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സോക്ക് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ്. ഓക്കെ, ഇനി ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. അതിന് ശേഷം ഈ മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇനി നമ്മൾ മൈദാമാവ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുക്കണേ. ഫാൻ നിർത്തിയിട്ട് വരട്ടെ. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാ നമ്മളുടെ 2 കേക്കിനുള്ള ബാറ്റർ റെഡിയായി. ഇനി നമ്മൾ 2 ട്രേയിലായിട്ട് ഒന്ന് അപ്പച്ചെമ്പിലും ഒന്ന് ഓവനിലും വെച്ച് അങ്ങ് തകർക്കാൻ പോവുക. അല്ലേ, സമയമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒന്ന് ബിരിയാണി പോട്ടിലും ഒന്ന് അപ്പച്ചെമ്പിലും വെക്കാം. ഓക്കെ, അപ്പം രണ്ടും ഒന്ന് കോരി ഒഴിക്കട്ടെ. അപ്പോൾ ട്രേയിൽ ഇന്ന് ഇതില്ല, ബട്ടർ പേപ്പറില്ല. ഇനി അതൊക്കെ മേടിക്കണം പോയി. എല്ലാം തീർന്ന്. കഴിഞ്ഞ വർഷത്തെ സാധനങ്ങൾ കൊണ്ടാണ് ഇതുവരെയൊക്കെ ഓടിച്ച്. ഇപ്രാവശ്യം കേക്കിന് വേണ്ടി ഒരു സംഗതി വാങ്ങിച്ചിട്ടില്ല. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചു, അത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ശക്കലം, അല്ലാതെ ബാക്കിയെല്ലാം കഴിഞ്ഞ വർഷത്തെ മിച്ചമായിരുന്നു. അപ്പം ഇപ്രാവശ്യം എല്ലാം തീർത്തു. ഇനിയിപ്പം നമുക്ക് ആദ്യമേ ഒന്നേന്ന് തുടങ്ങണം. ഓർഡറൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം എല്ലാം ഒന്ന് പോയി ബൾക്കായിട്ട് വാങ്ങിച്ച് വേണം എല്ലാം ചെയ്യാൻ. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ബട്ടർ തൂത്തിട്ട് കുറച്ച് മൈദാമാവും കൂടെ അങ്ങ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പം ഉണ്ടല്ലോ, പെട്ടെന്ന് വിട്ടുപോരും. ബാറ്ററൊക്കെ ഒഴിച്ച് മൈദാമാവും തേച്ച്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളുടെ റിച്ച് പ്ലം കേക്ക് 2 ഉണ്ടാക്കി. ഒന്ന് മോനും ഒന്ന് അപ്പനും. ഇപ്പം ഞങ്ങൾ എന്തായാലും അപ്പനുള്ളത് ഒന്ന് മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പീസ് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾക്ക് കൂടെ നോക്കാമല്ലോ. നല്ല സൂപ്പർ സാധനം കേട്ടോ, കണ്ടിട്ട് നല്ല സൂപ്പർ സാധനം കേട്ടോ. ഇതേ പൊങ്ങി വന്ന കേക്ക്. അപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ ഇച്ചിരി ധൃതി കൂടിയിട്ട് ഇതാ പൊക്കി നോക്കി അപ്പച്ചെമ്പിൽ. അന്നേരം നടുവ് കുഴിഞ്ഞു പോകും. അങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകും. പിന്നെ എയർ ബബിൾസ് ശരിക്കും കണ്ടോ, കൊട്ടി കളഞ്ഞില്ല, കുറേ കൊട്ടി. എന്നിട്ട് ഇത് കണ്ടോ, അങ്ങനത്തെ 2 പ്രശ്നങ്ങൾ വന്നു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. നേരെ കട്ട് ചെയ്യണോ? വേണ്ട, എങ്ങനെയില്ല അങ്ങ് കട്ട് ചെയ്താൽ മതി. ഉണ്ടോ, പെട്ടെന്നങ്ങ് ഇതാ. നമുക്കിങ്ങനെ അല്ല, വേണ്ട, ഇങ്ങനെ മതി. നമ്മുടെ പ്ലം കേക്ക് റിച്ച് സാധനം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ പ്ലം കേക്ക് സോഫ്റ്റ് 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 പ്ലം കേക്ക്, നല്ല ഫ്ലഫി ആയിട്ട്. ഉണ്ടോ, ഇനി ഒന്ന് കഴിച്ച് നോക്കട്ടെ. ആഹാ, അലിഞ്ഞു പോകുന്ന പ്ലം കേക്ക്, പറയാൻ വാക്കുകളില്ല. ഈ എയർ ബബിൾസിൻ്റെ ആ ഒരു നാണം കെട്ട ആ ഒരു കുഴി ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം സൂപ്പർ, നല്ല സോഫ്റ്റ് സാധനം. ഉണ്ടോ, സോഫ്റ്റ് സൂപ്പർ. ആഹാ, അപ്പോൾ നല്ല ഡാർക്ക് കളറ് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ റിച്ച് പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പം
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരമ്മ.